2018 കയറി. പിന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ വെള്ളപ്പൊക്കം ആ വെള്ളത്തിലും ഉണ്ടായിരുന്നു. വെള്ളം ഇതുപോലെ കയറി 2 ദിവസം വെള്ളം നിന്നു. രശ്മി ഭവനിൽ രാധാമണി. പുന്തലപ്പടി ഏലായോട് ചേർന്നാണ് വീട്. മഴ കനത്ത കാലങ്ങളിലെല്ലാം ഇവിടെ വെള്ളം കയറുമായിരുന്നു. വീട് വിട്ടുപോയിരുന്നതാണ് ചരിത്രം. എന്നാൽ ഇക്കുറി 9 നാൾ മഴ കനത്തിട്ടും വലിയ തോട് കവിഞ്ഞില്ല. വീട് വെള്ളക്കെട്ടിലായതുമില്ല. ഇതിനു പിന്നിൽ വലിയ ഒരു അധ്വാനമുണ്ട്. പന്തളം പറന്തൽ മുതൽ ആലപ്പുഴ ജില്ലയിലെ കുടശനാട് വരെ 6 കിലോമീറ്ററാണ് വലിയ തോടിൻ്റെ നീളം. 6 ഇടങ്ങളിലായി സംഘടിച്ച പ്രവർത്തകർ ഒരു പകൽ കൊണ്ട് ജലസ്രോതസ്സിനെ തന്നെ വീണ്ടെടുക്കുകയായിരുന്നു. 100 കണക്കിന് ഡിവൈഎഫ്ഐ പ്രവർത്തകരും നാട്ടുകാരും തൊഴിലുറപ്പ് തൊഴിലാളികളും ചേർന്നതായിരുന്നു ഉദ്യമം. കാലങ്ങളായി കാടുമൂടിയും മാലിന്യങ്ങൾ നിറഞ്ഞും ഒഴുക്കി നിലച്ച ഒരു വലിയ ജലസ്രോതസ് മാർച്ച് 3 മുതൽ വീണ്ടും ഒഴുകിത്തുടങ്ങുകയായിരുന്നു. കണ്ടം ഞങ്ങൾ നികത്തി വീട് വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് വെള്ളം കയറാൻ തുടങ്ങിയപ്പോൾ മുതൽ എന്നും വെള്ളം കയറുമായിരുന്നു. പെരക്കകത്ത് വെള്ളം കയറി ഞങ്ങളെ ബന്ധു വീട്ടിൽ പോലെ ക്യാമ്പിൽ പോയിട്ടില്ല, ബന്ധു വീട്ടിൽ പോയി താമസിക്കുമായിരുന്നു. 2023 വരെയും വെള്ളത്തിൻ്റെ ശല്യം ഉണ്ടായിരുന്നു. ഇപ്പം തോട് ശരിയാക്കാൻ കൊണ്ട് വെള്ളത്തിൻ്റെ ശല്യം ഇല്ല. കരയിലെ വള്ളിപ്പടർപ്പുകളും കാടും യുവാക്കൾ വെട്ടിനീക്കി. മാലിന്യങ്ങൾ യന്ത്രസഹായത്തോടെ കോരി. കൂട്ടായ്മയുടെ കരുത്തിൽ വലിയ തോട്ടിൽ ഒഴുക്ക് പുനരാരംഭിക്കുകയായിരുന്നു. പ്രവൃത്തികളുടെ യഥാർത്ഥ ഫലം വെളിവായത് ഈ മഴക്കാലത്തും. എല്ലാവരും ഒരുപാട് കഷ്ടപ്പാടാണ്. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ വെള്ളം കയറിയില്ലെങ്കിലും ഇവരുടെ എല്ലാം കഷ്ടപ്പാട് കാണുമ്പം ഞാൻ ഓർക്കും എന്ത് ദുരിതമാണ്. പറക്കി കെട്ടി പോവാം, പിന്നെ തിരിച്ചു വന്ന് ഇതുങ്ങളെല്ലാം ക്ലീൻ ആക്കണം. അത് കാണുമ്പോൾ നമുക്ക് കഷ്ടം തോന്നും. എനിക്ക് വെള്ളം വരുന്ന ഉടനെ അങ്ങ് വിഷമമല്ലേ. സ്കൂളിൽ പോയി കിടക്കുക, സ്കൂളിൽ നിന്ന് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടുക, അതൊക്കെ ഇപ്പോഴും സങ്കടമാണ്. അതൊക്കെ ഇപ്പം ഇച്ചിരി കുറഞ്ഞപ്പം നമുക്ക് അതിനൊക്കെ സന്തോഷവുമായി. കൃഷിക്കുള്ള പ്രോത്സാഹനം, സമീപ പ്രദേശങ്ങളിലെ കിണറുകളിലും ഇതര ജലസ്രോതസ്സുകളിലും നനവ് നിലനിർത്തുക, എല്ലാം സാധ്യമാവുകയാണ്. ഈ 8 കിലോമീറ്ററിനെ 8ആയിട്ട് തിരിച്ച് 300 മുതൽ 350 പേർക്ക് വരെ ഞങ്ങളവിടെ ഭക്ഷണം ഉണ്ടാക്കി. നാട്ടുകാരെല്ലാം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നന്നായി സഹകരിച്ചു. അതുകൊണ്ട് വലിയൊരു ആശ്വാസമുണ്ട്. ഇപ്പം ഞങ്ങൾ കിഴക്ക് കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ ഒരു വീട്ടിലാണെങ്കിൽ ഒരു പ്രായമുള്ള അമ്മച്ചിയുണ്ട്. അമ്മച്ചിയെ കസേരയിലെടുത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ സംസ്കാര നിലയത്തിൽ കൊണ്ടുവന്നത്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ വീട്ടിൽ കഴിയാൻ ഉള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. വലിയ തോട്ടിലെ നല്ല ഒഴുക്ക് ഉറപ്പാക്കാൻ കൂടെ തുഴയുമെന്ന് തന്നെയാണ് യുവത നൽകുന്ന ഉറപ്പ്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.